യഹ്യാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മുന്തിരിക്കൊത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു മുന്തിരിക്കൊത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ പയറാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്ത് ഉണക്കി എടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഇതുപോലൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് പയർ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാവുന്നതാണ്. 1 കപ്പോ 2 കപ്പോ അങ്ങനെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഏതാണ്ട് നമ്മളെ പയറിൻ്റെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണവും വരുന്നുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് കൂടെയൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ താണ്ട് ഈ ഒരു പരുവമായി വന്നപ്പോഴേക്കും തീ ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ തീ തണുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. തരി രൂപത്തിൽ വേണം എടുക്കാനായിട്ട്, നമ്മൾ റവയുടെയൊക്കെ ആ ഒരു പരുവത്തിന്. അപ്പോൾ രണ്ടാമത് പൊടിക്കുന്നതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും കുറച്ച് ചുക്കിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 കപ്പ് തേങ്ങ ഇട്ടെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് അങ്ങ് ബ്രൗൺ നിറമാവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു പച്ച ഒരു മണം മാറി കിട്ടണം. അപ്പോൾ ഇവിടെ ഈ ഒരു പരുവായി വന്നിട്ടുണ്ട്. ഒരു ഡ്രൈ പരുവം, ആ ഒരു പരുവായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് അളവിന് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ശർക്കര പാനി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒന്ന് തിളച്ച് വരുന്ന നേരത്തേക്ക് നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പയറിൻ്റെ പൊടിയുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പയറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിച്ച് അതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ശർക്കര ഒന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അത് കുറേശ്ശെ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഒരുപാട് ശർക്കര പാനി ചേർക്കുമ്പോൾ ഒരുപാട് അങ്ങ് ലൂസായി പോവും. അപ്പോൾ നമ്മൾ ശർക്കര ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാമെങ്കിൽ നന്നായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നല്ലൊരു പരുവത്തിന് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തത് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 3 പ്രാവശ്യം നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ ചുക്കുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ചുകൂടെ ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വേണ്ട, ഒരു നുള്ളു മതിയാകും. അപ്പോൾ അതും കൂടെയൊക്കെ ഇട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ചൂടോടെ തന്നെ നമുക്ക് കൈവച്ച് ഒന്ന് ഞവടി കൊടുക്കണം. അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പരുവത്തിന് ഉരുട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. കാരണം നമ്മൾ ശർക്കര പൊടിച്ചതൊക്കെ ഇട്ടത് എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുക്കുകയാണ്. അടുത്തത് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കുന്ന നേരത്ത് നല്ല പ്രസ് ചെയ്ത് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള മൈദാമാവ് എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒരുപാടായി പോകേണ്ട ആവശ്യമില്ല. നമ്മളുടെ ആ പഴംപൊരിയൊക്കെ പൊരിക്കുന്ന ആ ഒരു പരുവത്തിന് മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പയറിൻ്റെ ആ ഒരു അനുസരിച്ച് മാത്രം മാവ് എടുത്താൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാവാനായിട്ട് വയ്ക്കാൻ ഇരുമ്പ് ചട്ടിയിലാണ് പൊരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഓരോ ബോൾസും നമ്മൾ മാവിലേക്ക് മുക്കി നമ്മളുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്തത് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. നമുക്കൊരു 5 or 6 എണ്ണമൊക്കെ ഒരൊറ്റ ട്രിപ്പിൽ പൊരിച്ചെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ഭാഗം ഒന്ന് മൂത്തതിന് ശേഷം മാത്രമേ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവൂ. പൊടിയാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് ഒന്നും തവിയിട്ട് ഇളക്കി കൊടുക്കരുത്. അപ്പോൾ ഇതുപോലെ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് മൈദാമാവിന് പകരം അരിപ്പൊടിയും ഉപയോഗിക്കാവുന്നതാണ്. അരിപ്പൊടിയാകുമ്പോൾ കുറച്ചുകൂടി ഒരു കട്ടിയായിട്ട് തോന്നും. ഇതാകുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടും. കുട്ടികൾക്കൊക്കെ ഒന്ന് ചവയ്ക്കാനായിട്ട് മൈദാമാവായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ എല്ലാ എണ്ണയിൽ നിന്ന് കോരിയതിന് ശേഷം അടുത്തത് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട.